ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിംഗ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുമ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല വിധിയിൽ SIT-യെ നിയോഗിച്ചുകൊണ്ടുള്ള വിധിയുടെ 11ാമത്തെ പേജിൽ ഒരു ഇമെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇമെയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങത് കേൾക്കണം. അതിങ്ങനെയാണ് ആ ഇമെയിൽ. ഐ ആം ഉണ്ണികൃഷ്ണൻ പോറ്റി റിസൈഡിംഗ് ഇൻ ബാംഗ്ലൂർ. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ഹാവ് സം ഗോൾഡ് ബാലൻസ് ഇൻ മൈ ഹാൻഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ ഗോൾഡ് വർക്ക് ഓഫ് ശബരിമല സാങ്ക്ടം സാങ്ക്ടോറം മെയിൻ ഡോർ ആൻഡ് ദ്വാരപാലകാസ്. I would like to use it for a girl's marriage who needs support and genuine in coordination with the Travancore Devaswam Board. ശില്പപാളി സന്നിധാനത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം എൻ്റെ കയ്യിൽ സ്വർണം ബാക്കിയുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഉപയോഗിക്കാനുള്ള അനുവാദം തരണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് 2019 ഡിസംബർ മാസം 9-ാം തീയതി ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത്രയും നാൾ ഈ ദിവസങ്ങളിലെല്ലാം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും നമ്മളെ കബളിപ്പിക്കുകയായിരുന്നോ ഈ സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിന്? ഇപ്പൊ സ്വർണമെന്ന് സമ്മതിച്ചത് തന്നെ വേറൊരു സക്സസ് ആണ്. കാരണം ഇത് ചെമ്പ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇരുന്ന റെക്കോർഡ്. ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് ദേവസ്വം ബോർഡ് കൊടുത്തത് എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ കൊടുത്തത് ചെമ്പാണ് എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ എത്തിച്ചത് ചെമ്പാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അതെല്ലാം തലകീഴ് പറഞ്ഞ് സ്വർണമുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. സ്വർണം ബാക്കിയും എങ്ങനെ സ്വർണം ബാക്കിയും, അതായത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിനു ശേഷവും സ്വർണമായിരുന്നു, അത് മുഴുവൻ സ്വർണമായിരുന്നെന്നും ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഉണ്ടെന്നും ആ ബാലൻസ് വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അനുമതി വേണമെന്നുമാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൂടുതൽ നിയമലംഘനത്തെ കുറിച്ച് പറയാനുണ്ടോ? ഹൈക്കോടതി ബെഞ്ചുണ്ട് ഇവിടെ. ശബരിമലയ്ക്ക് വേണ്ടി സന്നിധാനത്തിന് വേണ്ടിയുള്ള ഹൈക്കോടതി ബെഞ്ച്. ആ ഹൈക്കോടതി ബെഞ്ചിന്റെ ഒരു പെർമിഷനും ഇല്ലാതെ ഈ കാര്യങ്ങൾ, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയതും ബാംഗ്ലൂരിലെ 39 ദിവസത്തിന് ശേഷം എത്തിച്ചതും അതിനുശേഷം തൂക്കക്കുറവോടുകൂടി തിരിച്ചു കൊണ്ടുവന്നതും ഒന്നും ഹൈക്കോടതിയുടെ ഒരു വിവരവുമില്ല. ഹൈക്കോടതിയുടെ ഒരു പെർമിഷൻ എടുത്തില്ല. ഇന്നിപ്പോ പറയുന്നു സ്വർണം ഉണ്ടായിരുന്നു, ഉപയോഗിച്ചതിനേക്കാൾ ബാലൻസ് സ്വർണം ഉണ്ടായിരുന്നു, ആ സ്വർണം സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അനുമതി വേണം എന്ന് പറഞ്ഞപ്പോ എന്താ ഇവർ മറുപടി പറഞ്ഞ എന്നൊരു ചോദ്യം കൂടെ നിൽക്കുകയാണ്. ആ മറുപടിയും ആ രേഖകളിലുണ്ടാകും. ഒരു നിമിഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ സമയത്ത് എനിക്ക് തോന്നുന്നത് പത്മകുമാറാണോ വാസുവാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതാരാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ മറുപടി, അതിന് കൊടുത്തിരിക്കുന്ന മറുപടി കൂടി ഞാൻ അങ്ങനെ വായിച്ചു കേൾപ്പിക്കാം സർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി 17/12/2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സ്വീകരിച്ചുകൊണ്ട് കമ്മീഷണർക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. ശബരിമല ശ്രീകോവിലിലെ വാതിലിനും ദ്വാരപാലകർക്കും സ്വർണം പൂശിയത് കഴിച്ച് സ്പോൺസറായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വശം നീക്കിയിരിപ്പുള്ള സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വിനിയോഗിക്കുന്നതിന് സംബന്ധിച്ച് സൂചന അപേക്ഷ ലഭിച്ചിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യപ്പെടുന്നു. ദാ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ കത്താണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്. അതെ അതെ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. ഇവർക്കാർക്കും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് നാട്ടുകാരുടെ മുമ്പിൽ പച്ച കള്ളം പറഞ്ഞതല്ലേ. ഇപ്പൊ ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്, വളരെ വേഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്വർണം ബാക്കി വന്നതും മിച്ചമുള്ളത് എനിക്ക് തന്നെ വേണമെന്നും സ്വകാര്യ ആവശ്യത്തിനാണ് എന്നൊരു പേര് പറയുന്നു എന്നും ഇതൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സ്വർണം മോഷണം പോയി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. 1 പവനോ 2 പവനോ 10 പവനോ 3.5 കിലോ 4.5 കിലോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. അത് നിയമപരമായി എടുക്കരുതാത്തത് അവിടെ നിന്ന് കൊണ്ടുപോയതാണ്. എനിക്കിതിനോട് അനുബന്ധമായിട്ടൊന്നുകൂടി പറയാനുണ്ട്. ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അവർ ഒരു തീ പിടിച്ചു എന്നുള്ള കാരണത്താൽ അവിടെ 7.5 പൊന്നാന പുറത്തെടുത്ത് വെക്കണം എന്ന് ബോർഡ് ഉത്തരവ് കൊടുത്തിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 7.5 പൊന്നാന പുറത്തെടുത്തു.
ആ 7.5 പൊന്നാന നന്നാക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷന് വേണ്ടി, അത് സ്വർണം പൂശാൻ വേണ്ടി എന്ന് പറഞ്ഞ് 7.5 പൊന്നാനെ കൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ ക്ഷേത്രത്തിലെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടി അവിടെ വലിയ പ്രശ്നമായി. അവസാനം അവിടെ നിന്ന് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്തുള്ള അന്തരീക്ഷം ഉണ്ടായി. എന്നിട്ടാണ് അവിടെ വെച്ചത്. എനിക്ക് മൂന്നാമത്തെ ഒരു ആവശ്യം കൂടി പറയാനുണ്ട്. ഇങ്ങനെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുക്കണം, അത് ജനങ്ങളെ അറിയിക്കണം. ഇനി മേലിൽ ഇത് മോഷണം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിന്റെ കസ്റ്റഡിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഉത്തരവാദികളാകണം. ആ രൂപത്തിൽ കൃത്യമായി എടുത്ത് ഇനി ഈ കൊള്ള നടത്താൻ അനുവദിക്കരുത്. അടുത്തത്, ഈ കൊള്ള നടത്തിയവർക്കെതിരായിട്ട് ശക്തമായ നടപടി കൂടി വേണം. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചുള്ള നടപടി ഉണ്ടാകണം. അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ മുഖം വികൃതമാണ് എന്നുള്ളത് ജനങ്ങൾ അറിയണം. ഇനി അടുത്തത്, ഈ കള്ളക്കളിക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കരുത്. ഓക്കെ, താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വളരെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.